ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിന്നൊരു ബീഫ് റിംഗ് സമൂസ തയ്യാറാക്കിയാലോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്കായിട്ടുള്ള ഡോയ് ഒന്ന് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വനസ്പതി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വനസ്പതി ഇല്ലാന്നുള്ളവർക്ക് ബട്ടറോ അല്ലെങ്കിൽ സാധാ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടെ ചേർത്തിട്ട് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ബീഫിൻ്റെ മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ഒരു 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ അവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ബീഫ് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം ബീഫ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫിൻ്റെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോയ് ഒന്ന് 2 പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ല നേർങ്ങനെയായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഡോയും കൂടി നമുക്കിതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. പിന്നെ അതിൽ നിന്നൊന്ന് എടുത്തിട്ട് നമുക്കിതിൻ്റെ സൈഡിലോട്ടായിട്ട് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒന്ന് എടുത്തിട്ട് നമുക്കിതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റിങ്ങിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് 2 സൈഡും കൂടിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് അല്പം വെള്ളം കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും, പക്ഷേ ഇത് ആക്കി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്ലെയിം എപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റിംഗ് സമൂസ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്